വിവിധ ഇടങ്ങളിൽ പരിശോധന നടത്തുന്നുണ്ട്. കേരളവും അതിൽ നിന്ന് മാറി നിൽക്കുന്നില്ല. കേരളത്തിൽ പരിശോധനകൾ ആരംഭിച്ചതായി അല്പസമയം മുൻപ് പ്രഭാള ചന്ദ്രശേഖർ തന്നെ, കേരളത്തിന്റെ DGP തന്നെ പറഞ്ഞിരുന്നു. ഇന്ദുലേഖ രേണു ഇപ്പോൾ തലസ്ഥാനത്തുണ്ട്. ഇന്ദു, എവിടങ്ങളിലൊക്കെയാണ് കേരളത്തിൽ പരിശോധന നടക്കുന്നത്? കേരളത്തിന്റെ വിവിധയിടങ്ങളിൽ എല്ലാ ജില്ലകളിലും തന്നെ റെയിൽവേ സ്റ്റേഷനുകളിലും അതുപോലെ തന്നെ ബസ് സ്റ്റാൻഡുകളിലും ഒക്കെ തന്നെ പരിശോധന നടക്കുകയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം തമ്പാനൂരുള്ള റെയിൽവേ സ്റ്റേഷനിലാണ്. ഇവിടെയും പരിശോധന നടന്നു. ഇപ്പോൾ പരിശോധന പൂർത്തിയായിട്ടുണ്ട് എന്ന് തന്നെ പറയാം. ദ്രുതഗതിയിലായിരുന്നു പോലീസിന്റെ നീക്കം എന്ന് തന്നെ പറയാം. ആദ്യമേ തന്നെ ഡോഗ് സ്ക്വാഡും അതുപോലെ തന്നെ ബോംബ് സ്ക്വാഡും സ്ഥലത്തെത്തി. ആദ്യം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ പരിശോധന നടത്തിയ ശേഷം പിന്നീടാണ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ബസ് സ്റ്റാൻഡിലേക്ക് എത്തുന്നതും അവിടെ പരിശോധന നടത്തുന്നതും. നിലവിൽ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന ആശ്വാസകരമായിട്ടുള്ള ഒരു വിവരം. പരിശോധന മുഴുവനായും പൂർത്തിയാക്കിയിട്ടുണ്ട്. ഡോഗ് സ്ക്വാഡും അതുപോലെ തന്നെ ബോംബ് സ്ക്വാഡും നിലവിൽ സ്ഥലത്തു നിന്നും മടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല പോലീസ് ഇപ്പോഴും അവിടെ ഇവിടങ്ങളിലായി നിലയുറപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആൾക്കാരുടെ പ്രതികരണത്തിലേക്ക് കടക്കുകയാണെങ്കിൽ പലരും യാത്രകൾ കഴിഞ്ഞ് വരുന്ന ആൾക്കാരാണ്. അവർ ഇത്തരത്തിലൊരു ബോംബ് സ്ഫോടനം നടന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ ഭീകരതയെക്കുറിച്ച് പലരും അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. വാർത്ത അറിയുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വിഷയം നടന്നു എന്നറിയുമ്പോൾ ഏറെ ഞെട്ടലോടും അതുപോലെ തന്നെ ഒരു ഭീകരതയോടും കൂടിയാണ് ആളുകൾ നമ്മളോട് പ്രതികരിക്കുന്നത്. അത്തരത്തിൽ ആൾക്കാരിലേക്കും ഒരു ചെറിയ ഭയം വന്നിരിക്കുകയാണ്. കാരണം നമുക്കറിയാം ഇത്തരത്തിൽ ഈ ഒരു വൈകുന്നേരം ഇങ്ങനെ ഒരു അപകടം നടക്കുമെന്ന് രാജ്യം ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. അത്തരത്തിൽ ഭീകരതയുള്ള അല്ലെങ്കിൽ അത്തരത്തിൽ നമ്മളെല്ലാം ഞെട്ടിക്കുന്ന തരത്തിലൊരു വാർത്തയാണ് വന്നത്. നിലവിൽ എന്തായാലും തമ്പാനൂരുള്ള പരിശോധന പൂർത്തിയായിരിക്കുകയാണെന്ന് തന്നെ പറയാം. മറ്റിടങ്ങളിലും പരിശോധനയുടെ വിവരങ്ങളാണ് ഇന്ദുലേഖ അവിടെ നിന്ന് നൽകിയത്. കേരളത്തിൽ ആശങ്കപ്പെടാനൊന്നുമില്ലെന്ന് നേരത്തെ DGP തന്നെ പറഞ്ഞിരുന്നു. 13 മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്.